പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. നമുക്കിന്ന് 10ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഓണപരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കർണസുഖം ഞാൻ പറകയില്ല ആരോടും. ഇത് ആരുടെ വാക്കുകളാണ്? കർണൻ്റെ വാക്കുകളാണ്. കർണസുഖം ഞാൻ പറകയില്ല ആരോടും എന്നത് കർണൻ്റെ വാക്കുകളാണ്. പഞ്ചവർണ്ണ കിളിപ്പെൺകിടാവ് എന്ന കവിതയിൽ കിളിക്ക് നൽകാനായി പ്രത്യേകം തിരഞ്ഞെടുത്ത പഴം ഏതായിരുന്നു? കദളിപ്പഴം. വാരണവീരൻ എന്ന പ്രയോഗം ഏത് മൃഗത്തെയാണ് സൂചിപ്പിക്കുന്നത്? വാരണവീരൻ എന്നത് ആനയെ സൂചിപ്പിക്കുന്നു. നെഞ്ചം തെളിഞ്ഞ് എന്ന് കവി വർണ്ണിക്കുമ്പോൾ തെളിയുന്ന ഭാവം ഏത്? വാത്സല്യമാണ് ഭാവം. പഞ്ചവർണ്ണ കിളിക്ക് കവി നൽകുന്ന വിശിഷ്ട ഭോജ്യങ്ങൾ എന്തെല്ലാമായിരുന്നു? അവയുടെ സവിശേഷത വിവരിക്കുക. കുറുക്കി കൊഴുത്ത പാൽ പഞ്ചസാര പൊടി ചേർത്ത് അത് ഏറെ ശ്രദ്ധയോടെയും സ്നേഹത്തോടെയും പാചകം ചെയ്ത് വറ്റിച്ച് കട്ടിയാക്കി പഞ്ചവർണ്ണ കിളിക്ക് കൊടുക്കുന്നു. ഇത് വളരെ സ്വാദിഷ്ടമുള്ള ഒരു ഭക്ഷണമാണ്. മറ്റൊന്ന് കദളിപ്പഴമാണ്. തേനും ശർക്കരയും ചേർത്ത് ഉടച്ചാണ് കദളിപ്പഴം കൊടുക്കുന്നത്. നല്ല ഇനം കദളിപ്പഴങ്ങൾ തിരഞ്ഞെടുത്ത് മൃദുവായി കൈകൊണ്ട് ഞെരടി ഉടച്ച് തേനും പലതരം ശർക്കരകളും ചേർത്ത് തയ്യാറാക്കിയാണ് കൊടുക്കുന്നത്. ദാഹം തീർക്കാനായി കരിക്കിൻ വെള്ളം, നീലക്കരിമ്പിൻ ചാറ്, പാല്, തേൻ എന്നിവയും നൽകുന്നു. പക്ഷികൾക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ വിഭവങ്ങൾ തന്നെയാണ് കവി ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൽ നിന്നും കിളിമകളോടുള്ള കവിയുടെ വാത്സല്യമാണ് വ്യക്തമാകുന്നത്. ചെവി രണ്ടും കുളർക്കെ പറക എന്ന പ്രയോഗം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? കിളിയുടെ മധുരമായ നിഷ്കളങ്കമായ സംസാരം കേട്ട് തൻ്റെ കാതുകൾക്കും മനസ്സിനും സന്തോഷവും ആശ്വാസവും കുളിർമയും ഉണ്ടാകണമെന്നാണ് കവി ആഗ്രഹിക്കുന്നത്. കിളിയുടെ മധുരമായ നിഷ്കളങ്കമായ സംസാരം കേട്ട് തൻ്റെ കാതുകൾക്കും മനസ്സിനും സന്തോഷവും ആശ്വാസവും കുളിർമയും ഉണ്ടാകണം. കർണൻ്റെ സ്വഭാവത്തിലെ പ്രത്യേകതകൾ എന്തെല്ലാം? കർണൻ അനാവശ്യമായി ആരെയും ആശ്രയിക്കുകയോ പുകഴ്ത്തുകയോ ചെയ്യാത്ത വ്യക്തിയാണ്. കർണൻ അനാവശ്യമായി ആരെയും ആശ്രയിക്കുകയോ പുകഴ്ത്തുകയോ ചെയ്യാത്ത വ്യക്തിയാണ്. അധികാരികളുടെയോ വേണ്ടപ്പെട്ടവരുടെയോ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി കർണൻ ഒന്നും ചെയ്യുകയോ പറയുകയോ ഇല്ല. അധികാരികളുടെയോ വേണ്ടപ്പെട്ടവരുടെയോ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി കർണൻ ഒന്നും ചെയ്യുകയോ പറയുകയോ ഇല്ല. ഗുരുവിനോടും മുതിർന്നവരോടും ഏറെ ബഹുമാനവും ഭക്തിയുമുള്ള ഒരു യോദ്ധാവായിരുന്നു കർണൻ. ഗുരുവിനോടും മുതിർന്നവരോടും ഏറെ ബഹുമാനവും ഭക്തിയുമുള്ള ഒരു വീരയോദ്ധാവായിരുന്നു കർണൻ. പിന്നെ ഞാൻ പക്ഷേ ഭരിക്കുന്നതുമുണ്ട്. സന്ദർഭം വ്യക്തമാക്കി ആശയം എഴുതുക. ആചാര്യനായ ദ്രോണർ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെക്കാൾ യോഗ്യത കുറഞ്ഞ തന്നെ സേനാധിപതിയാക്കാൻ ദുര്യോധനൻ തയ്യാറെടുക്കുമ്പോൾ അത് ഉചിതമായ പ്രവൃത്തിയല്ല എന്ന് കർണൻ പറയുന്നുണ്ട്. ദ്രോണരോടുള്ള ബഹുമാനവും സ്ഥാനമാനങ്ങൾ ഏറ്റെടുക്കുന്നതിനുമുള്ള ഔചിത്യബോധവും തൻ്റെ ഊഴം വരുന്നതുവരെ കാത്തിരിക്കാനുള്ള സന്നദ്ധയും കർണൻ്റെ ഈ വാക്കുകളിൽ നിന്ന് പ്രകടമാണ്. ദ്രോണാചാര്യർക്ക് ശേഷം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ താൻ സൈന്യത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാമെന്നാണ് കർണൻ പറയുന്നത്. ഇതിലൂടെ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തെയും രാജ്യത്തോടുള്ള കൂറിനെയും സൂചിപ്പിക്കുന്നതോടൊപ്പം തന്നെ സ്ഥാനമാനങ്ങളുടെ ക്രമത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയും പ്രകടമാകുന്നുണ്ട്. പക്ഷേ എന്ന വാക്ക് ഒരുപക്ഷെ ദ്രോണർ ഉള്ളപ്പോൾ തൻ്റെ ഊഴം വരില്ല എന്നൊരു സൂചനയും നൽകുന്നുണ്ട്. എഴുത്തച്ഛൻ്റെ കാവ്യഭാഷയുടെ പ്രത്യേകതകൾ 4 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. ചുരുങ്ങിയ വാക്കുകളിൽ വലിയ ആശയലോകം സൃഷ്ടിക്കാൻ എഴുത്തച്ഛന് കഴിഞ്ഞിരുന്നു. കവി കിളിയോട് കഥ പറയാൻ ആവശ്യപ്പെടുന്ന സന്ദർഭം നോക്കുക. കിളി പറഞ്ഞു തുടങ്ങുമ്പോൾ തനിക്ക് ഏറെ പറയാനുണ്ടെന്നും അതെല്ലാം പറയാനാവതില്ലെന്നും വളരെ ചുരുക്കി
പറയാൻ ശ്രമിക്കാമെന്നുമാണ് കിളി പറയുന്നത്. വളരെ കുറച്ച് വാക്കുകളിൽ ഒതുക്കാനാവാത്ത ഒന്നാണ് മഹാഭാരത കഥ. എങ്കിലും കൂട്ടിച്ചേർക്കേണ്ടിടത്ത് ചേർത്തും ഒഴിവാക്കേണ്ടിടത്ത് ഒഴിവാക്കിയും അതിൻ്റെ സത്ത ചോർന്നു പോകാതെ വായനക്കാർക്ക് മനസ്സിലാകുന്ന വിധം അവതരിപ്പിക്കാൻ എഴുത്തച്ഛന് സാധിച്ചിട്ടുണ്ട്. എഴുത്തച്ഛൻ മലയാള ഭാഷയ്ക്ക് ദിശാബോധം നൽകിയ കവിയാണ്. സംസ്കൃത പദങ്ങളെയും നാടൻ പദങ്ങളെയും സമന്വയിപ്പിച്ച രീതിയും അദ്ദേഹത്തിൻ്റെ കൃതികളെ ശ്രദ്ധേയമാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ പാഠഭാഗമായ സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന പാഠത്തിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ നോക്കാം. മലയാളത്തിൻ്റെ ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കുന്ന കൃതി ഏതാണ്? ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയാണ്. കഥകളിയുടെ ആദി രൂപം ഏതായിരുന്നു? രാമനാട്ടം. ആട്ടക്കഥ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? കൊട്ടാരക്കര തമ്പുരാൻ. ശിവ ശിവ എന്തു ചെയ്വൂ ഞാൻ, ഇവിടെ തെളിയുന്ന ഭാവമേത്? അത്ഭുതം, നിസ്സഹായത, സന്തോഷം, ഉത്സാഹം. ഉത്തരം നിസ്സഹായത. അമര, ഗഗവര, ഗുണനിധേ എന്നിങ്ങനെയെല്ലാം വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഹംസത്തെയാണ് ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത്. അമര ഗഗവര എന്നാൽ ദേവപക്ഷികളിൽ ശ്രേഷ്ഠനായവൻ. ഗുണനിധേ എന്നാൽ ഗുണങ്ങളുടെ നിധിയായവനെ എന്നർത്ഥം. ജനകൻ മരിച്ചുപോയി, തനയൻ ഞാനൊരുത്തനൻ, ജനനി തൻ്റെ ദശ ഇങ്ങനെ എന്ന് തുടങ്ങുന്ന ആട്ടക്കഥാഭാഗം ഗദ്യരൂപത്തിലേക്ക് മാറ്റി എഴുതുക. അതിൻ്റെ ഉത്തരം പറഞ്ഞു തരാം. അച്ഛൻ നേരത്തെ മരിച്ചു പോയതിനാൽ അമ്മയ്ക്ക് മകനായി ഞാൻ മാത്രമേയുള്ളൂ. അച്ഛൻ നേരത്തെ മരിച്ചതിനാൽ അമ്മയ്ക്ക് മകനായിട്ട് ഞാൻ മാത്രമേയുള്ളൂ. എൻ്റെ അമ്മയുടെ വിധി ഇങ്ങനെയായിപ്പോയല്ലോ. ഞാൻ വിവാഹിതനാണ്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ ഭാര്യ ജീവൻ വെടിയും. അങ്ങനെ വന്നാൽ എൻ്റെ കുലം തന്നെ ഇല്ലാതെയായി പോകും. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ ഭാര്യ ജീവൻ വെടിയും. അങ്ങനെ വന്നാൽ എൻ്റെ കുലം തന്നെ ഇല്ലാതെയായി പോകും. താൻ ഏക മകനാണെന്നും അമ്മ തന്നെ ആശ്രയിച്ചാണ് കഴിയുന്നതെന്നും തൻ്റെ ഭാര്യ ഈയിടെ പ്രസവിച്ചവളാണെന്നും താൻ കൊല്ലപ്പെട്ടാൽ അവൾ അതീവ ദുഃഖിതയാകുമെന്നും തൻ്റെ വംശം തന്നെ ഇല്ലാതെയാകുമെന്നുമാണ് നളനോട് ഹംസം പറയുന്നത്. അയ്യോ ഗുണവും അനവധി ദോഷമായതു എന്ന ഹംസം വിലപിക്കാനുള്ള കാരണം എന്തായിരുന്നു? ആളുകളുടെ ഗുണങ്ങൾ പലപ്പോഴും അവർക്ക് തന്നെ ദോഷമായി വരാറുണ്ട്. ഹംസത്തിൻ്റെ സൗന്ദര്യവും മധുരവുമായ സ്വഭാവവുമാണ് നളനെ ഹംസത്തെ ആകർഷിക്കാൻ കാരണമായത്. എത്രയോ ഹംസങ്ങൾ ആ പൊയ്കയിൽ ഉണ്ടായിരുന്നിട്ടും സ്വർണവർണ്ണമായ ഈ പ്രത്യേക ഹംസത്തെയാണ് രാജാവ് പിടിക്കുന്നത്. അത് തൻ്റെ വിശേഷപ്പെട്ട സൗന്ദര്യം കാരണമാണ് എന്നതിൽ തർക്കമില്ല. സൗന്ദര്യം കൂടുതലുള്ളപ്പോൾ പെട്ടെന്ന് മറ്റുള്ളവരുടെ ശ്രദ്ധയാകർഷിക്കും. ഇപ്രകാരം ശ്രദ്ധാകേന്ദ്രങ്ങൾ അക്കൂട്ടർ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇവിടെ ഹംസത്തിൻ്റെ കാര്യത്തിൽ അതിൻ്റെ അസാമാന്യമായ സൗന്ദര്യവും സ്വർണ്ണ നിറവുമാണ് നളനെ ആകർഷിച്ചതും അതിനെ പിടിക്കാൻ കാരണമായതും. ചെറുതും പിഴ ചെയ്യാതൊരെന്നെ കൊന്നാൽ ബഹുദുരിതമുണ്ടു തവ ഭൂപതേ. ഹംസത്തിൻ്റെ ഈ വാക്കുകൾ വിശകലനം ചെയ്ത് അവയിൽ തെളിയുന്ന ജീവിത മൂല്യങ്ങൾ കണ്ടെത്തി അവതരിപ്പിക്കുക. ഒരു തെറ്റും ചെയ്യാത്ത തന്നെ കൊല്ലുകയാണെങ്കിൽ കൊല്ലുന്നയാളിന് വലിയ പാപമുണ്ടാകുമെന്ന് ഹംസം പറയുന്നു. ഒരു തെറ്റും ചെയ്യാത്ത തന്നെ കൊല്ലുകയാണെങ്കിൽ കൊല്ലുന്നയാളിന് വലിയ പാപമുണ്ടാകും. നിരപരാധിയായ ഒരു ജീവിയെ കൊല്ലുന്നത് തെറ്റാണെന്നും പാപമാണെന്നുമാണ് ഹംസം പറയുന്നത്. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും ഹംസം വാദിക്കുന്നുണ്ട്. നീതി ലഭിക്കാനുള്ള അവകാശമാണ് ഇവിടെ ഹംസം ഉയർത്തിപ്പിടിക്കുന്നത്. ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായ ഫലമുണ്ടാകുമെന്ന വിശ്വാസം ഈ വാക്കുകളിൽ കാണാൻ കഴിയും. ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായ ഫലമുണ്ടാകുമെന്ന വിശ്വാസമുണ്ട്. നിരപരാധിയെ ദ്രോഹിച്ചാൽ അതിൻ്റെ ഫലമായി ദുരിതം അനുഭവിക്കേണ്ടി വരും. രാജാവിൻ്റെ മുന്നിൽ ഭയമുണ്ടായിരുന്നുവെങ്കിലും തൻ്റെ നിരപരാധിത്വം തുറന്നു പറയുകയാണ് ഇവിടെ ഹംസം. തെറ്റ് ചെയ്യാത്തവർ ഒരിക്കലും ശിക്ഷിക്കാൻ പാടില്ല. ഇവിടെ ഹംസം ഒരു
തെറ്റും ചെയ്തിട്ടില്ല. പ്രജാക്ഷേമ തൽപരനായ ഒരു രാജാവിൽ നിന്ന് ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു കൈപ്പിഴ ഉണ്ടാകാൻ പാടില്ല. ദയാർഹനായ ഒരു വ്യക്തിക്ക് നേരെയുള്ള അതിക്രമം തീർച്ചയായും തെറ്റു തന്നെയാണ്. ഹംസത്തിൻ്റെ വിലാപം കേട്ട നളൻ്റെ മറുപടി എന്തായിരുന്നു? അല്ലയോ ഹംസമേ, നീ അറിയുക, നിന്റെ കരച്ചിൽ അവസാനിപ്പിക്കുക. നിന്നോട് എനിക്ക് യാതൊരു ശത്രുതയുമില്ല. അല്ലയോ ഹംസമേ, നീ അറിയുക, നിന്റെ കരച്ചിൽ അവസാനിപ്പിക്കുക. നിന്നോട് എനിക്ക് യാതൊരു ശത്രുതയുമില്ല. ഉപമിക്കാനാവാത്ത നിന്റെ ശരീരം ആരിലും മോഹമുണ്ടാക്കുന്നതാണ്. എനിക്ക് നിന്നോട് സ്നേഹം മാത്രമേയുള്ളൂ. ഞാൻ നിന്നെ ദ്രോഹിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനാൽ ഇപ്പോൾ അല്ലയോ പക്ഷിശ്രേഷ്ഠ, ഗുണങ്ങളുടെ ഇരിപ്പിടമായവനെ, നീ ഒട്ടും ദുഃഖിക്കരുത്. അല്ലയോ പക്ഷിശ്രേഷ്ഠ, ഗുണങ്ങളുടെ ഇരിപ്പിടമായവനെ, ഒട്ടും തന്നെ നീ ദുഃഖിക്കരുത്. നീ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇഷ്ടമുള്ള വഴിയിലൂടെ പറന്നുപോയിക്കൊള്ളുക. നിനക്ക് ആഗ്രഹിക്കുന്ന വഴിയിലൂടെ നീ പറന്നുപോയിക്കൊള്ളുക. ഹംസത്തെ ഇണക്കിയെടുക്കാമെന്ന പ്രതീക്ഷയോടെ, കൗതുകത്തോടെയും സന്തോഷത്തോടെയുമാണ് നളൻ ഹംസത്തെ പിടിക്കുന്നത്. എന്നാൽ പിടിക്കപ്പെട്ട ഹംസത്തിന് വലിയ ദുഃഖമാണ് ഉണ്ടാകുന്നത്. അത് ദയനീയമായി കരയുകയാണ്. നളന് ഹംസം സന്തോഷവും കൗതുകവും നൽകുമ്പോൾ ഹംസത്തിന് അത് ബന്ധനവും മരണ ഭയവും വലിയ ദുഃഖവുമാണ് നൽകുന്നത്. മൂന്നാമത്തെ പാഠഭാഗമായ മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി. പ്രകാശ് രാജിൻ്റെ നമ്മെ വിഴുങ്ങുന്ന മൗനം എന്ന ലേഖന സമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ലേഖനമാണ് പാഠഭാഗം. മാതൃഭാഷയുടെ പ്രാധാന്യവും പ്രസക്തിയും വ്യക്തമാക്കുന്ന വിജ്ഞാനപ്രദവും രസകരവുമായ ഒരു രചനയാണിത്. മാതൃഭാഷയുടെ പ്രാധാന്യം, ഇന്നത്തെ സമൂഹം മാതൃഭാഷയോട് കാണിക്കുന്ന അവഗണന, ഇവയെക്കുറിച്ചുള്ള പ്രകാശ് രാജിൻ്റെ അഭിപ്രായങ്ങളാണ് ഈ ലേഖനത്തിൽ പങ്കുവെക്കുന്നത്. 5 വയസ്സുള്ള മകൾക്ക് തമിഴാണ് അവളുടെ മാതൃഭാഷ. ആ മാതൃഭാഷ അറിയാത്തത് കൊണ്ട് പച്ചക്കറിക്കടയിൽ സാധനങ്ങൾ വാങ്ങാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതും, ഇംഗ്ലീഷിൽ പേരുകൾ പറയാൻ ശ്രമിച്ചപ്പോൾ ഉടമസ്ഥക്ക് ഒന്നും മനസ്സിലായില്ല. അതിനാൽ ഓരോ പച്ചക്കറിയും തൊട്ടു കാണിക്കേണ്ടി വന്നു. അവയുടെ തമിഴ് പേരുകൾ പറയാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന തൻ്റെ മകൾക്ക് അറിയില്ല എന്നറിഞ്ഞപ്പോൾ പ്രകാശ് രാജിന് വളരെയധികം വിഷമമുണ്ടായി. മകൾക്ക് മാതൃഭാഷ അറിയാത്തത് കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കോപവും ഉത്കണ്ഠയുമാണ് ഉണ്ടാകുന്നത്. മകളെ സ്കൂളിൽ ചേർക്കുമ്പോൾ മാതൃഭാഷയ്ക്ക് പ്രാധാന്യം നൽകാതിരുന്നതിനുള്ള ഭാര്യയോടുള്ള നീരസവും അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. തൻ്റെ മാതൃഭാഷയായ കന്നഡ സ്വാഭാവികമായി പഠിച്ചതാണെന്നും ആ ഭാഷയുള്ള അറിവും സാഹിത്യ പരിചയവും തന്നെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാതൃഭാഷയിലുള്ള പ്രാവീണ്യമാണ് മറ്റു ഭാഷകൾ എളുപ്പത്തിൽ പഠിക്കാൻ തന്നെ സഹായിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. എടുത്തു ഓർക്കേണ്ട ഒരു കാര്യമാണ്, മാതൃഭാഷയിലുള്ള പ്രാവീണ്യമാണ് പ്രകാശ് രാജിനെ മറ്റു ഭാഷകൾ എളുപ്പത്തിൽ പഠിക്കാൻ സഹായിച്ചത്. ഭാഷ കേവലം സംവദിക്കാനുള്ള ഒരു ഉപകരണം മാത്രമല്ല, മറിച്ച് അത് സംസ്കാരത്തിൻ്റെയും ആവിഷ്കാരത്തിൻ്റെയും വാഹിനിയാണ്. ഭാഷ കേവലം സംവദിക്കാനുള്ള ഉപകരണം മാത്രമല്ല, മറിച്ചത് സംസ്കാരത്തിൻ്റെയും ആവിഷ്കാരത്തിൻ്റെയും വാഹിനിയാണ്. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിലെ ഭാഷ ശുദ്ധമായി സംസാരിക്കുന്നത് ആ ജനതയോടുള്ള ആദരവാണെന്നും വ്യത്യസ്തനാണെന്ന് കാണിക്കാൻ അന്യഭാഷ ഉപയോഗിക്കുന്നത് സംസ്കാര ശൂന്യതയാണെന്നും പ്രകാശ് രാജ് കൂട്ടിച്ചേർക്കുന്നു. സോഫ്റ്റ്വെയർ കമ്പനിയിലെ യുവതലമുറക്ക് സ്വന്തം മാതൃഭാഷയായ കന്നഡ സംസാരിക്കാൻ അറിയാത്തതിലെ അപകടം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാതൃഭാഷയെ അവഗണിച്ച് ഇംഗ്ലീഷിന് അമിത പ്രാധാന്യം നൽകുന്നതിനെയും ഇംഗ്ലീഷ് അറിയില്ല എന്നത് ഒരു കുറവായി കാണുന്ന മനോഭാവത്തെയും അദ്ദേഹം വിമർശിക്കുന്നു. മാതൃഭാഷയെ അവഗണിച്ച് ഇംഗ്ലീഷിന് അമിതമായ പ്രാധാന്യം നൽകുന്നതിനെ, അതുപോലെ ഇംഗ്ലീഷ് അറിയില്ല എന്നത് ഒരു കുറവായി കാണുന്ന മനോഭാവത്തെയും പ്രകാശ് രാജ് വിമർശിക്കുന്നുണ്ട്. ഇംഗ്ലീഷിലെ സാഹിത്യമോ ദർശനങ്ങളോ അറിയാതെ കേവലം വ്യാപാര ആവശ്യത്തിനുള്ള വാക്കുകൾ മാത്രം പഠിച്ച് ഇംഗ്ലീഷ് അറിയാമെന്ന് നടിക്കുന്നത് പൊള്ളത്തരമാണെന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. ഒരു നാട്ടിൽ അനേകം എഴുത്തുകാരുണ്ടാവാം. അവർ നാടിൻ്റെ വിചാരധാരയെയും ജീവിതത്തെയുമാണ് രേഖപ്പെടുത്തുന്നത്.
നമ്മൾ ഇന്ന് അനാവശ്യമായി ഇംഗ്ലീഷ് ഭാഷയെയും സംസ്കാരത്തെയും അന്ധമായി അനുകരിക്കുകയാണ്. ഒരു പ്രത്യേക ജാതിയിൽ ജനിച്ച ഒരാൾക്ക് പിന്നീട് ആ ജാതിയിൽ നിന്നും വേണമെങ്കിൽ മാറാം. പക്ഷേ ഒരാൾക്കും അവരുടെ മാതൃഭാഷയിൽ നിന്ന് മാറാൻ സാധിക്കുകയില്ല. ഭാഷ ജനങ്ങളുടെ ജീവിതത്തെയും ധാരണകളെയും പ്രതിഫലിപ്പിക്കുന്നു. ഭാഷ പഠിക്കുക എന്നാൽ ഒരു ജനതയുടെ സംസ്കാരത്തെ അറിയുക എന്നാണ് അർത്ഥം. ഭാഷ പഠിക്കുക എന്നാൽ ഒരു ജനതയുടെ സംസ്കാരം അറിയുക എന്നതാണ് അർത്ഥം. ഇംഗ്ലീഷുകാർ ഭാഷയെ ആധിപത്യം സ്ഥാപിക്കാനുള്ള ആയുധമാക്കിയാണ് മാറ്റിയത്. ഇംഗ്ലീഷിൻ്റെ കടന്നുകയറ്റം നമ്മുടെ കുടുംബ ബന്ധങ്ങളെ പോലും അങ്കിൾ, ആൻറ്റി എന്നിവയിലേക്ക് ചുരുക്കിയെന്നും പ്രകാശ് രാജ് പറയുന്നു. അപ്പം ഇംഗ്ലീഷ് ആധിപത്യം നമ്മുടെ കുടുംബ ബന്ധങ്ങളിലേക്ക് പോലും കയറുകയുണ്ടായി. അങ്കിളും ആൻറ്റിയിലേക്ക് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ചുരുങ്ങുകയുമുണ്ടായി. നമ്മുടെ നാടിൻ്റെ യാഥാർത്ഥ്യങ്ങൾക്ക് ചേരാത്ത റെയിൻ റെയിൻ ഗോയവേ പോലുള്ള പാട്ടുകൾ നമ്മുടെ കുട്ടികൾ പാടുന്നതിലെ അനൗചിത്യവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രകാശ് രാജിൻ്റെ മകൾക്ക് പച്ചക്കറിക്കടയിൽ ആശയവിനിമയം നടത്താൻ ബുദ്ധിമുട്ടുണ്ടായത് എന്തുകൊണ്ടാണ്? മകൾ ഇംഗ്ലീഷിൽ പച്ചക്കറികളുടെ പേര് പറഞ്ഞതിനാൽ ആ കടക്കാരിയായ വൃദ്ധക്ക് അതൊന്നും മനസ്സിലായില്ല. അതാണ് കാരണം. ബ്രിട്ടീഷുകാർ നമ്മുടെ നാടിനുമേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഉപയോഗിച്ച ആയുധം എന്തായിരുന്നു? ഇംഗ്ലീഷ് ആയിരുന്നു അവർ ഇതിനുപയോഗിച്ച ആയുധം. അവരുടെ ഭാഷയായ ഇംഗ്ലീഷാണ് അതിനുള്ള ആയുധമാക്കി മാറ്റിയത്. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അത് പെറ്റമ്മയെ മാറ്റുന്നത് പോലെയാകും. എന്തിനെക്കുറിച്ചാണ് പ്രകാശ് രാജ് ഇങ്ങനെ പറയുന്നത്? മാതൃഭാഷയെ മാറ്റുന്നതിനെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. അടുത്ത ചോദ്യം, നഗര കേന്ദ്രീകൃത വിദ്യാലയങ്ങളിൽ മാതൃഭാഷയെ കയ്യും കാലും കെട്ടി മൂലക്കിരുത്തിയിരിക്കുകയാണ്. ഈ പ്രസ്താവനയുടെ ആശയം എന്താണ്? നഗര കേന്ദ്രീകൃതമായ വിദ്യാലയങ്ങളിൽ മാതൃഭാഷയെ കയ്യും കാലും കെട്ടി മൂലക്കിരുത്തിയിരിക്കുകയാണ് എന്നതിൻ്റെ അർത്ഥം നഗരങ്ങളിലെ വിദ്യാലയങ്ങളിൽ മാതൃഭാഷാ പഠനത്തിന് പ്രാധാന്യം കൊടുക്കാതെ പൂർണ്ണമായും ഇംഗ്ലീഷിനാണ് പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത്. ഒരു ഭാഷ പഠിക്കുക എന്നാൽ ആ ജനതയുടെ സംസ്കാരത്തെ അറിയുക എന്നതുകൂടിയാണ് അർത്ഥം എന്ന് പ്രകാശ് രാജ് പറയുന്നത് എന്തുകൊണ്ടാണ്? ഉദാഹരണ സഹിതം വിശദമാക്കുക. ഓരോ ഭാഷയും രൂപപ്പെടുന്നത് ആ ഭാഷ സംസാരിക്കുന്ന ജനതയുടെ ജീവിത രീതികൾ, വിശ്വാസങ്ങൾ, ഭൂപ്രകൃതി, സാമൂഹിക സാഹചര്യങ്ങൾ എന്നിവയുമായി ചേർന്നാണ്. ഭാഷയിലെ വാക്കുകൾ, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സാഹിത്യം എന്നിവയെല്ലാം സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഭാഷയിലെ വാക്കുകൾ, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സാഹിത്യം എന്നിവയെല്ലാം ആ ഭാഷയുടെ സംസ്കാരത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. വരൾച്ചയുള്ള രായലസീമയിലെ ശകാരം വയറുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഫലഭൂയിഷ്ഠമായ നദീതീരങ്ങളിലേത് പഴങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ആ പ്രദേശങ്ങളിലെ ജീവിതത്തെയും പ്രകൃതിയെയും ഭാഷ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നതിനെ കാണിക്കുന്നു. ഒരു ഭാഷയിലെ കുറേ വാക്കുകളും അർത്ഥവും മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ പിന്നിലെ സാംസ്കാരിക അർത്ഥതലങ്ങൾ കൂടി മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഭാഷാ പഠനം പൂർണ്ണമാവുകയുള്ളൂ. നമ്മുടെ മാതൃഭാഷയായ മലയാളത്തെ അപമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കി. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾ വളരെ മികച്ചവരും മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾ മോശക്കാരാണ് എന്ന ചിന്ത ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. പൊതു ഇടങ്ങളിൽ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത് മാന്യതയുടെ അടയാളമായി പലരും കാണുന്നു. ചില വിദ്യാലയങ്ങളിൽ മലയാളത്തിൽ സംസാരിച്ചാൽ പിഴയിടുന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ഇംഗ്ലീഷ് പദങ്ങൾ തിരികെ കയറ്റിക്കൊണ്ടിരിക്കുന്നു. മലയാളത്തെ അതിൻ്റെ സ്വാഭാവിക ഉച്ചാരണ രീതിയിൽ നിന്നും മാറ്റി ഇംഗ്ലീഷ് രീതിയിൽ ഉച്ചരിക്കുന്നത് മാന്യതയായി കരുതുന്നവരും ഉണ്ട്. ബോർഡുകൾ, പരസ്യവാചകങ്ങൾ, വിവാഹ പരസ്യങ്ങൾ തുടങ്ങിയവയൊക്കെ ഇംഗ്ലീഷിലായാൽ കൂടുതൽ മികച്ചതാവുമെന്നും മലയാളികൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെ വിവിധ രീതികളിൽ നമ്മൾ ഭാഷയെ ഇകഴ്ത്തുകയും അപമാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. മാതൃഭാഷയാണ് നമ്മുടെ വേര്. മാതൃഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസം ഭാവിയെ ഒരിക്കലും പ്രതികൂലമായി ബാധിക്കുകയില്ല. മലയാളത്തിൻ്റെ രീതിയിൽ സംസാരിക്കണം. അത് ഇംഗ്ലീഷ് രീതി കലർത്തി സംസാരിക്കുന്നത് നമ്മുടെ സംസ്കാര ശൂന്യതയുടെ അടയാളമാണ്. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.